അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് കളവ് നോക്കി അള്ളാഹുവിനോട് പറയും. നേരെ മറിച്ച് കൈ കെട്ടി ഇവിടെ നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് കൈ കെട്ടിയിട്ട് പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് എടുക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. പറഞ്ഞ നരി കളവാണ് പറയുന്നത്. അപ്പുറത്ത് പോയി നേർച്ചക്കഥ കൂടുന്നു, ഇപ്പുറത്ത് പോയി ഇത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. പിന്നെ എന്തേ അള്ളാഹുവിടെ മാത്രമുള്ളൊരു സഹായം എവിടെ അവർക്ക്? അള്ളാഹുവിടെ മാത്രം ചെയ്യാവുന്ന സഹായം വേണ്ടേ പ്രാർത്ഥന? ഖുർആൻ വ്യക്തമായി പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യരുത്. അള്ളാഹുവിടെ മാത്രം ദുആ ചെയ്യാനുള്ള ഒരൊറ്റ പ്രാർത്ഥന പോലും അവർക്കില്ല, എല്ലാം അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നു. മുഇസ്സത്ത് കറാമത്ത് എന്ന് എല്ലാവരും സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടെയാണ് അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന വരുന്നത്. കാരണം അസാധാരണമായ വിധത്തിൽ സഹായിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അമ്പിയാക്കന്മാർക്ക് മുഇസ്സത്തുണ്ട്, അതുകൊണ്ട് അസാധാരണമായ കഴിവ് അവർക്കുണ്ട്, അതുകൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാം, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മറുപടി ഒന്നതാണ്. ഔലിയാക്കന്മാർക്കാണെങ്കിൽ കറാമത്ത് എന്ന് പറഞ്ഞുള്ള അസാധാരണമായ സംഭവം അവരിലൂടെയും പ്രകടമാകുന്നു. അതുകൊണ്ട് ഔലിയാക്കന്മാരോടും നമുക്ക് എപ്പോഴും ചോദിക്കാം. കാരണം അത് മരണം ജീവിതം എന്നില്ല, എന്തും അവർക്ക് ചെയ്യാൻ സാധിക്കും, ഇഷ്ടപ്രകാരം ചെയ്യാൻ സാധിക്കും. അത് അവരുടെ യഥേഷ്ടം ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് മുഇസ്സത്ത് കറാമത്ത്. പക്ഷെ മൂന്നാമത് ഒന്നും കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി പറയേണ്ടതുണ്ട്. സാധാരണ ശറീഅത്തൊക്കെ അതുപോലെ കിതാബിലൊക്കെ അത് വിശദീകരിക്കും, പക്ഷേ അതാരും മിണ്ടാറില്ല. കാരണം അത് മിണ്ടിയാൽ വേറെ പൊളിവിൽ വരുന്നുണ്ട്. ഈ അസാധാരണമായ സംഭവം എന്ന് പറഞ്ഞാൽ മുഇസ്സത്ത് കറാമത്ത് മാത്രമല്ല, വേറെ ഒന്നും കൂടിയുണ്ട്, ഇസ്തിദ്റാജ് എന്ന് പറയുന്ന സംഗതി. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ മുഇസ്സത്ത് പ്രവാചകന്മാരുടെ കയ്യിലൂടെയാണ് പ്രകടമാകുന്നത് എന്നാണ് പറയുന്നത്. കറാമത്ത് ഔലിയാക്കന്മാരുടെ കയ്യിലൂടെയാണ് എന്നാണ്. എന്നാൽ തമ്മാടികളുടെ കയ്യിലൂടെ അല്ലെങ്കിൽ ഫാസിഖീങ്ങളുടെ കയ്യിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് ഇസ്തിദ്റാജ് എന്ന് പറയും. ദജ്ജാലിൻ്റെ മുഖേന അങ്ങനെ പ്രകടമായിട്ടുണ്ട്. നമ്രൂദിലൂടെ അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ നിലക്ക് ഏത് ധിക്കാരിയിലൂടെയും ഏത് ഫാസിഖിലും അങ്ങനെ അസാധാരണമായ സംഭവം അള്ളാഹ്ക്ക് കൊടുക്കാം. കാരണം അള്ളാഹു ഇന്നവിന് കൊടുക്കുക എന്നില്ലല്ലോ, ആർക്കും കൊടുക്കാം. അങ്ങനെ അവർക്ക് വന്നേച്ചാൽ അതിന് ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അവർ പടിപടിയായി അവിടെ അതപ്പതിച്ച് എത്രത്തോളം കൊണ്ടുപോകുന്നു എന്നറിയാം. ഖുർആനിലെ ആ വാചകം എന്ന് പറഞ്ഞാൽ സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ എന്ന് പറഞ്ഞു. അവരറിയാത്ത ഭാഗത്തിലൂടെ ഇങ്ങനെ സഹായം അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ കൊണ്ടുപോയി പാതകത്തിലേക്ക് എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇസ്തിദ്റാജ് അതും അവരോട് ഇഷ്ടപ്രകാരം ചെയ്യുന്ന അസാധാരണമായ സംഭവമാണെങ്കിൽ ദജ്ജാലിനോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഏത് തമ്മാടികളായ ഏത് അവിശ്വാസികളോടും അവരോട് പ്രാർത്ഥിക്കാം. കാരണം അവർക്കും ഇസ്തിദ്റാജ് ഉണ്ടാവാമല്ലോ. അപ്പോൾ കറാമത്ത് ഔലിയാക്കന്മാർക്കുണ്ടാകുന്നത് പോലെ, മുഇസ്സത്ത് അമ്പിയാക്കന്മാർക്കുണ്ടാകുന്നത് പോലെ ഇസ്തിദ്റാജ് തമ്മാടികൾക്കും ഫാസിഖീങ്ങൾക്കും അവിശ്വാസികൾക്കും ഉണ്ടാവാം. അപ്പോൾ അവരോടും പ്രാർത്ഥിക്കാം. എന്തിനാ പിന്നെ ഈ പ്രാർത്ഥനയിൽ വർഗീയത പുലർത്തുന്നത്? അവിടെ വർഗീയ പുലർത്തുന്നതുകൊണ്ടാണ് ഇസ്തിദ്റാജിനാരും ഉണ്ടാതെ പോകുന്നത്. ഞാൻ ആ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇനി എന്താണ് ഈ മുഇസ്സത്ത് കറാമത്ത് എന്ന് പറയുന്നത്? ഇവിടെ പണ്ട് കാലത്ത് ഈ മുഇസ്സത്തും കറാമത്തും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അന്ന് അറബി മലയാളത്തിൽ എഴുതിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സമയമില്ലാത്ത എടുക്കാത്തതാണ്. പഴയ ഒരു പുസ്തകം എൻ്റെ ഏടിൽ പഴയത് കിട്ടിയ അറബി മലയാളത്തിലാണ്. എനിക്ക് തന്നെ വായിക്കാൻ വലിയ പ്രയാസമാണ് അന്നത്തെ അറബി മലയാളം. സദഖത്തുള്ള മുസ്ലിയാർ എഴുതിയതാണത്. അബൂ ഉസാമ സദഖത്തുള്ള മുസ്ലിയാർ, അയാൾ മുഇസ്സത്ത് കറാമത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് മുഇസ്സത്ത് അത് മുജാഹിദ് വഹാബികൾ എന്ന് പറയുന്നത്, വഹാബികൾ മുഇസ്സത്ത് അംഗീകരിക്കുന്നുണ്ട്, കറാമത്ത് അതും വഹാബികൾ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അതിനെപ്പറ്റി നമുക്ക് പറയേണ്ടതില്ല. നമ്മൾ തമ്മിലുള്ള തർക്കം എവിടെയാണ്? മുഇസ്സത്ത് ഇഷ്ടാനുസരണം ചെയ്യാൻ കഴിയുമോ? ഇല്ലേ? വഹാബികൾ പറയുന്നു കഴിയില്ല. അത് അള്ളാഹു കൊടുക്കുന്നവർക്ക് കൊടുത്ത കാര്യം മാത്രമേ ചെയ്യാൻ കഴിയൂ. അതല്ലാതെ അമ്പിയാക്കന്മാരുടെ അല്ലെങ്കിൽ മുർസലീങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് വഹാബികൾ പറയുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത് അങ്ങല്ല, അവർക്ക് യഥേഷ്ടം ചെയ്യാൻ കഴിയും. അവരുടെ ഇഖ്തിയാർ കൊണ്ട് ഇഷ്ടാനുസരണം ചെയ്യാനും ചെയ്യാതിരിക്കാനും അവർക്ക് സാധിക്കും എന്നാണ് മുഇസ്സത്തിനെ പറ്റി അമ്പിയാക്കന്മാരുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഔലിയാക്കളുടെ കാര്യത്തിൽ കറാമത്ത് എന്നുള്ള അസാധാരണ സംഭവമാണ്. പക്ഷേ അത് കറാമത്തുണ്ട് എന്ന് ഈ വഹാബികൾ അംഗീകരിക്കുന്നുണ്ടാവാം. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ടാവാം, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അള്ളാഹു ഏതാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം അതിന് ചെയ്യാൻ കഴിയില്ല എന്നാണ് വഹാബികൾ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, അവർക്കും യഥേഷ്ടം കറാമത്ത് കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. അപ്പം അതുകൊണ്ട് അവരോടും നമുക്ക് എന്തും ചെയ്യാൻ കഴിയുന്നവരോട് എന്തും ചോദിച്ചുകൂടെ?
അവരോട് നമുക്ക് സഹായം തേടാം. ഇസ്തിഗാസക്ക് ഈ അടിസ്ഥാനമാണ് അവർ പാകുന്നത്. അവർ യഥേഷ്ടം ചെയ്യാൻ കഴിയുന്നതാണ് കറാമത്ത് എന്ന് അവർ അറച്ചു വെക്കുന്നു. ഇസ്തിദ്റാജിനെ അവരുടെ അഖീദന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അതിന് ഇസ്തിദ്റാജ് ഉണ്ട്. ഷറഹിലക്കാതെ നോക്കിയാൽ അതിന് ഇസ്തിദ്റാജ് ഒന്നുണ്ട്. അതും അള്ളാഹു വിചാരിക്കുമ്പോൾ അവരുടെ കയ്യിലൂടെ വല്ല തമ്മാടികൾ കൊടുക്കുക എന്നല്ലാതെ. പക്ഷെ വഹാബികൾ പറയുന്നത് അങ്ങനെയാണ്. ഇവരെങ്ങനെ പറയേണ്ടത്? ഇത് പറയുമ്പോൾ അതും പറയണ്ടേ, അതും അവർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്നുവെന്ന്. പിന്നെ എന്താ ബാക്കിയുള്ളത്? എന്താ? ഒന്നും ബാക്കിയില്ല. കാരണം എന്തും യഥേഷ്ടം ചെയ്യാൻ കഴിയുന്നവൻ ആര്? അത് ഇവർക്കൊക്കെ ചെയ്യാൻ മുഅ്ജിസത്ത് എന്തുമാവാലോ, കറാമത്ത് എന്തുമാവാലോ. അപ്പോൾ എന്തും യഥേഷ്ടം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ അവരാരാണ്? അവനാണ് ഇലാഹ്. അതാണ് ഞാൻ നിങ്ങളെ ആദ്യം ഒരു ആത്മ റബ്ബുക യഖ്ലുഖു മാ യശാ. നിന്റെ റബ്ബാണ് സൃഷ്ടിക്കുന്നത്, അവൻ ഇഷ്ടമുള്ളതാണ് സൃഷ്ടിക്കുന്നത്. യഖ്ലുഖു മാ യശാ വയഖ്താർ, അവൻ യഥേഷ്ടം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നു. എങ്ങനെ സൃഷ്ടിക്കണം, ആർക്ക് എന്ത് കഴിവ് കൊടുക്കണം, ആർക്ക് എങ്ങനെയൊക്കെ ആവണം, അത് അവൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഒമാ കാന ലഹുമുൽ ഖിയറ, സൃഷ്ടികൾക്കാർക്കും ആ ഇഖ്തിയാർ ഇല്ല, യഥേഷ്ടം ചെയ്യാൻ കഴിയില്ല. തുറന്നു പറയുന്നു. ഈ ഖുർആൻ വ്യക്തമായി പറയുന്ന എതിരാണ് ഈ സദഖത്തുൽ മുസ്ലിയാരും പോലത്തെ ഈ സമസ്തക്കാരെല്ലാം എഴുതുന്നത്. ഖുർആൻ വ്യക്തമായി പറയും ഒമാ കാന ലഹുമുൽ ഖിയറ, അവർക്കാർക്കും അങ്ങനെ യഥേഷ്ടം ചെയ്യാൻ കഴിയില്ല. ആരാണ്? അതാണ് റബ്ബുക യഖ്ലുഖു മാ യശാ വയഖ്താർ വമാ കാന ലഹു ഖിയറ ഹുവല്ലാഹ്. അതങ്ങനെ എന്തും യഥേഷ്ടം ചെയ്യാൻ കഴിയും അള്ളാഹു മാത്രമാണ്. ഹുവല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. കാരണം ഇലാഹിന് എന്തും ചെയ്യാൻ കഴിയും, ഇലാഹി എന്തും യഥേഷ്ടം ചെയ്യാൻ കഴിയും. പക്ഷെ ആ ഇലാഹ് അള്ളാഹ് മാത്രമേ ഉള്ളൂ, അത് റബ്ബിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. മാ കാന ലഹുൽ ഖിയറ, അവർക്ക് ആർക്കും യഥേഷ്ടം ചെയ്യാൻ കഴിയില്ല. ഖുർആൻ എത്ര വ്യക്തമായി പറയുന്നു. ഹുവല്ലാഹ്, അവൻ ഏകനായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, അവനാണ് ആദ്യവും അവസാനവും എല്ലാ സ്തുതിയും. വലഹുൽ ഹുക്ം, എല്ലാ തീരുമാനം അധികാരം അവനാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇനിയും ആ ഇലാഹിൻ്റെ ചില കാര്യങ്ങളാണ് പറഞ്ഞത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്നു, എന്തും ഏതും യഥേഷ്ടം ചെയ്യാൻ കഴിയുന്നവൻ ഇലാഹാണ്, അത് അള്ളാഹു മാത്രമാണ്, വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇവരുടെ ഈ വാദം ഖുർആൻ ആദ്യമേ അടച്ചു കളഞ്ഞതാണ്, അതാദ്യമേ ഖുർആൻ നിഷേധിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതും യഥേഷ്ടം ചെയ്യാൻ കഴിയില്ല. ഇനി വഹാബികളെ ഖണ്ഡിച്ചുകൊണ്ട് എൻ്റെ അടുത്തുള്ള ആ പുസ്തകത്തിൽ അദ്ദേഹം കുറേ സദഖത്തുൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ എഴുതിന് മുമ്പൊരു മറുപടി എഴുതിയൊരു പുസ്തകം ജമാലുദ്ദീൻ മൗലവി അവരൊക്കെ ഇതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. അത് അബൂ ഉസാമ എന്നാണ് പറഞ്ഞില്ലേ, വഇല്ലം തദ്രി മൽ ഹദയാൻ ഫൻളുർ കിതാബം മിൻ യറാഇയ അബീ ഉസാമ. നിങ്ങൾക്ക് തെളിവില്ലാതെ എന്തെങ്കിലും ഒടിഞ്ഞു പറയുന്ന ആരാണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അബൂ ഉസാമ എഴുതിയ ആ കിതാബ് വായിച്ചാൽ മതി, മുഅ്ജിസത്തും കറാമത്തും. വഇല്ലം തദ്രി മൽ ഹദയാൻ ഫൻളുർ കിതാബം മിൻ യറാഇയ അബീ ഉസാമ. ഈ അബൂ ഉസാമ എന്ന് പറഞ്ഞ സദഖത്തുൽ മുസ്ലിയാരാണ്. അന്ന് മറുപടി എഴുതിയപ്പോൾ അതിന് എഴുതിയൊരു ഒരു പദ്യമാണത്. അപ്പോൾ അതുപോലത്തെ അതാണ് ഈ സമസ്തക്കാരുടെ ഇപ്പോഴത്തെ അടിസ്ഥാനം. കാരണം സമസ്തക്കാർ എവിടെയാണ് വേർതിരിയുന്നറിയാമോ നിങ്ങൾ? അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിൽ ഇടയാളന്മാർ വേണം. ആ ഇടയാളന്മാർ കൂടെ ചെന്നാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ, ഇടയാളില്ലാത്ത അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മക്ക മുശ്രിക്കീങ്ങളുടെ അതേ വാദകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ സമസ്തയുടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ അവർക്ക് ഇലാഹിൻ്റെ അർത്ഥം അറിയായിരുന്നു, അതുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കില്ല. കാരണം ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ ഇലാഹ് ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന ഈ ശിഫാഅത്ത് ചെയ്യുന്നവരും ഇടയാളന്മാരും അവരൊക്കെ ഇലാഹുകളാണ്. ആ ഇലാഹുകളാണായതുകൊണ്ട് ഈ ശുപാർശക്കാരാണ് ചെയ്യുന്ന ഇടയാളൻ ഇലാഹാണ്. അത് ഔലിയാണെങ്കിൽ ഔലിയ ഇലാഹാണ്, അത് നബിയാണെങ്കിൽ നബി ഇലാഹാണ്. അതാണ് അവരുടെ വിശ്വാസം. ആ ഇലാഹിനെ അവർ എന്തിനാണ് അവർ ഇലാഹാക്കുന്നത്? ആ ഇലാഹ് ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചാണില്ല. ഒമാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ ഇടയാളന്മാർ, അടുപ്പിക്കാൻ വേണ്ടിയാണ്, അതല്ലാതെ അവർ സ്വന്തം ചെയ്യുന്ന വിചാരിച്ചല്ല. പിന്നെ അവരുടെ കഴിവ് എന്താണ്? അവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു എന്തും ആർക്കും കൊടുക്കാമല്ലോ, അത് എപ്പോഴും ഇവർക്ക് കയ്യിൽ പറയാം, യഥേഷ്ടം ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഈ ഇടയാളന്മാരാക്കുക എന്നത് മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന പണിയാണ്. പക്ഷെ അവർക്ക് ഈ ഇലാഹിൻ്റെ അർത്ഥം അറിയാം, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇടയാളൻ ഉണ്ടെങ്കിൽ ആ ഇടയാളൻ ഇലാഹാണ്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർ അംഗീകരിക്കില്ല. എന്നാൽ മുശ്രിക്കുകളുടെ വാദം എല്ലാം അംഗീകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ആശയം മനസ്സിലാക്കാതെ, എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കാതെ. കാരണം അള്ളാഹ് ഈ ഒമാ കാന ലഹുൽ ഖിയറ എന്ന് പറഞ്ഞുകൊണ്ട്
പിന്നെ അള്ളാഹു ചോദിക്കുന്നത് ഇലാഹും അള്ളാഹിൻ്റെ കൂടെ വല്ല ഇലാഹും ഉണ്ടോ? അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹില്ല. അതുകൊണ്ട് റബ്ബിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. റബ്ബിനോട് മാത്രമേ ആ പ്രാർത്ഥന പറ്റുകയുള്ളൂ. എന്നാൽ റബ്ബിനോട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റബ്ബിന് ഇബാദത്ത് എടുക്കേണ്ടത്? ഇബാദത്തിലെ ഏറ്റവും തുടക്കം പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രാർത്ഥനയാണ് ഇബാദത്തിൻ്റെത്. ഈ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രചരണമുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഇബാദത്തുള്ളൂ, വേറുള്ളവരും ചെയ്യുന്ന ഇബാദത്തല്ല. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്. പക്ഷേ വേറുള്ളവരും ചെയ്യുന്ന ഇബാദത്തല്ല. പക്ഷെ അതല്ലല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്ന നമ്മളെ പലപ്പോഴും പുണ്യമായി ഓതി ഉരുവിടുവാൻ വേണ്ടി പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട്. സൂറത്ത് അവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതാണ്, അതായത് കാഫിരീങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. അത് നമ്മൾക്ക് പലപ്പോഴും ഓതേണ്ടതാണ്. നമ്മൾ രാവിലെ സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ആദ്യത്തെ റക്അത്തിൽ ഈ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുന്നതിന് പ്രാധാന്യമുണ്ട്. അതുപോലെ പലതിനും നമ്മൾ തവാഫ് ചെയ്താൽ ആ തവാഫിൻ്റെ സുന്നത്തിലും ഇത് തന്നെ ഓതേണ്ടത്. രാത്രി ഉറങ്ങാൻ കിടങ്ങുമ്പോൾ പലപ്പോഴും ചെല്ലുന്ന കൂട്ടത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഒന്ന് ഉരുവിടുന്നതിന് പ്രാധാന്യമുണ്ട്. എന്താ ഇതിന് കാരണം? പഠിപ്പിക്കുന്നതാണ് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, പറയൂ ഈ വിശ്വാസമില്ലാത്ത അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ഞാൻ ചെയ്യില്ല. ഇത് പഠിപ്പിക്കുന്ന വാക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആര്? അവിശ്വാസികൾ കാഫിരീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. ഇവർ കാഫിരീങ്ങളെ ഇബാദത്ത് ചെയ്യില്ല എന്നാ. കാഫിരീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആ ഇബാദത്ത് ഞാൻ ചെയ്യൂല. എന്താണ് ഈ അവിശ്വാസികൾ ചെയ്യുന്ന ഇബാദത്ത്? നമ്മളുടെ മാതിരി നമസ്കാരമല്ല. നമുക്ക് ഭയഭക്തിയോടുകൂടെ തഖ്വയോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന നമസ്കാരം. പക്ഷെ അവർക്കൊരു നമസ്കാരം വേറെയാണ്. വമാ കാന സലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്തിയ, അവരുടെ നമസ്കാരം പരിശുദ്ധ കഅബാലയത്തിൽ 4 പുറത്ത് നിന്ന് ചണ്ടമുട്ടിയും കുഴലൂതിയും ശംഖ് പിടിച്ചും കൈകൊട്ടിയും ചൂളം പിടിച്ചൊക്കെ ആയിരുന്നു അവരുടെ നമസ്കാരം. അവരുടെ സലാത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അതാണ് ഈ സമസ്തക്കാർ ഖബറിൻ്റെ അടുത്ത് വിഗ്രഹങ്ങൾ ചെയ്യുന്നത്. ഖബറാളികൾ വിഗ്രഹങ്ങളാക്കി വെച്ചിട്ട്, ഖബറാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹമാണ് ഖബർ, അതുകൊണ്ട് അത് അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നബി ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ലാ തജിഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ബിംബമാക്കരുതേ എന്ന്. നബിയുടെ ആ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തുകൊണ്ടായിരിക്കണം മദീനത്തേക്ക് ഈ ഉത്സവങ്ങൾ ചെല്ലാറില്ല. ഈ നേർച്ചകളും അമ്പലത്തെ നടക്കുന്ന നേർച്ച, പുതിയങ്ങാടിയും പട്ടാമ്പിയും നടക്കുന്ന നേർച്ച മദീനയിൽ നടന്നിട്ടില്ല, നടക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ദുആ ആയിരിക്കണം, അല്ലാഹുമ്മ ലാ തജിഅൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ആ ദുആൻ്റെതായിരിക്കണം ആ നേർച്ച അവിടെ ഇല്ലാത്തത്. നേരെ മറിച്ച് ഇന്ന് മമ്പറത്ത് വെക്കുന്ന നേർച്ചപ്പെട്ടി പോലെ ഒരു പെട്ടി മദീനത്ത് വെച്ചാൽ, അതിൻ്റെ ചായകൾ വേറെ ഇനി വെച്ചാൽ സൗദി അറേബ്യക്ക് വേറെ ബജറ്റിന് വേറെ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്രയ്ക്ക് വരുമാനം ഉണ്ടാകും. പക്ഷേ അത് ഹറാമാണ്. മമ്പറത്തെ തങ്ങന്മാർക്കറിയാം അത് ഹറാമിൻ്റെ തീറ്റയാണ്. അതുകൊണ്ട് അവർക്ക് വരുമാനം വേണ്ടായിട്ടല്ലോ, ആ ഹറാം ഞങ്ങൾക്ക് വേണ്ട. കാരണം അങ്ങനെയുള്ള വരുമാനം ഹറാമാണ്. അതുകൊണ്ട് മമ്പറത്തെ തങ്ങന്മാർ, സേതുലേക്ക് തങ്ങൾ, അവരൊക്കെ കുറച്ച് ഈ ആശയക്കാരായിരുന്നു. അതുകൊണ്ട് അത് കൈപ്പറ്റാറില്ല, അവർക്ക് വേണ്ട എന്ന് പറയുന്നു. പക്ഷെ അത് കച്ചവടം ചെയ്തിട്ട് ഇപ്പം ആലിമീങ്ങളെ വാർത്ത വിടുന്ന സംഘടന ആ വരുമാനം കൊണ്ട് ആലിമീങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ഹറാമ് തിന്ന് വളരുന്നവർ എങ്ങനെയാണ് വളരുക? നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഇബാദത്ത് ഈ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനയും തന്നെയാണ്. എന്നാൽ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് കളവ് നോക്കി അള്ളാഹുവിനോട് പറയും. നേരെ മറിച്ച് കൈ കെട്ടി ഇവർ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബറിന് കൈ കെട്ടിയിട്ട് പറയും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് എടുക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. പറഞ്ഞ കളവാണ് പറയുന്നത്. അപ്പുറത്ത് പോയി നേർച്ചക്കഥ കൂടുന്നു, ഇപ്പുറത്ത് പോയി ഇത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. പിന്നെ എന്തേ അള്ളാഹുവിടെ മാത്രമുള്ള ഒരു സഹായം എവിടെ അവർക്ക്? അള്ളാഹുവിടെ മാത്രം ചെയ്യാവുന്ന സഹായം വേണ്ടേ പ്രാർത്ഥന? ഖുർആൻ വ്യക്തമായി പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ, മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യരുത്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാനുള്ള ഒരൊറ്റ പ്രാർത്ഥന പോലും അവർക്കില്ല, എല്ലാം അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നു. ഏറ്റവും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നമ്മുടെ ആദ്യത്തെ ദുആ, ശരിയായ മാർഗത്തിൽ ഞങ്ങൾ നയിക്കണമേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഈ ശരിയായ മാർഗത്തിൽ നയിക്കാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവോട് മാത്രമേ ഞങ്ങൾ ദുആ ചെയ്യുള്ളൂ പറഞ്ഞ ദുആയാണത്, അള്ളാഹ് പഠിപ്പിച്ച ദുആ. പക്ഷേ ആ ദുആ അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയോട് അതേമാതിരി ചെയ്യുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു വല്ലാഹു അതാകഹു ഫഅൻത മാലികുഹു വനജ്നി മിൻ അല്ലാ. ഈ ദുആന്റെ ഇതാണ് പറയുന്നത്, ബസ്സിർ ഫുആദി സിറാത്ത്, എനിക്ക് എൻ്റെ മനസ്സിന് നേർവഴി കാണിച്ചു തരണേ. അത് അള്ളാഹു നിങ്ങൾ കഴിവ് തന്നിരിക്കുന്നു, ഇപ്പോൾ അതിൻ്റെ ഉടമ നിങ്ങളാണ്. അതുകൊണ്ട്
നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതാണ്, എന്നെ നരകത്തിൽ രക്ഷിക്കണേ. ആരോട്? മുഹൈദ്ദീൻ ശേഖനോട്. ഇതിങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ അപ്പുറം എന്താണുള്ളത്? ഈ നിലക്കുള്ള ശിർക്കിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോയി മുസ്ലിങ്ങളെ ഏറ്റവും വലിയ അധപ്പതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കാര്യം നമ്മൾ അല്ലാതെ വേറെ ആരാ പറയാനുള്ളത്? അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ നമ്മളിത് പെടുത്തി, നമ്മൾ അവരോട് വിരോധം കൊണ്ടോ ശത്രുത കൊണ്ടോ പറയല്ല, ഈ മുസ്ലിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വേദനയോടുകൂടി ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറയുകയാണ്. ഈ വിഷയത്തിൽ ഖുർആന്റെ ആയത്തുകൾ ഒരുപാടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ. ഈ മുഇസ്സത്ത് കറാമത്ത് എന്ന് പറയുന്നത് അത് ഇഷ്ടാനുസരണം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എന്താണ് മുഇസ്സത്ത്, എന്താണ് കറാമത്ത് എന്ന് പറയുമ്പോൾ മുഇസ്സത്ത് വന്ന് പ്രവാചകന്മാരിലാണ്ടാവുന്നത്. ആരാണ് നബി എന്ന് പറയുന്നത്? കാരണം മുഇസ്സത്ത് പ്രവാചകനാണെങ്കിൽ നബി എന്ന് പറഞ്ഞാൽ ആരാണ് നബി? നബി എന്ന് പറഞ്ഞത് രണ്ടർത്ഥമാണ് നബി എന്ന വാക്കിന്. ഒന്ന് നബി എന്ന്, അല്ലെങ്കിൽ നബി എന്ന്. നബി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ലേശം ഉയർന്ന സ്ഥാനമുള്ളത് എന്നാണ്. നബ എന്ന് ഉയർന്നു എന്നാണ് അർത്ഥം. നബി എന്ന് പറഞ്ഞാൽ നബ എന്ന് പറഞ്ഞാൽ വിവരം, വർത്തമാനം എന്നാണ്. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വർത്തമാനം പറയുന്നവർ, അള്ളാഹുവിൻ്റെ വഹി പ്രകാരം. അതാണ് നബി എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതാണ് നബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അള്ളാഹു ദൂതൻ എന്ന് പറഞ്ഞാലോ അള്ളാഹു നിശ്ചയിച്ച ആൾ എന്നാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹു നിശ്ചയിച്ച ആളാണ്. പക്ഷേ ഇതിനെന്താ അടയാളമാണ്. ഇങ്ങനെ പ്രവാചകനാകണമെങ്കിൽ, അതുപോലെ തന്നെ റസൂലാവണമെങ്കിൽ അതിന് ചില അടയാളം വേണം. അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് വഹയി കിട്ടിയാലാണ് പറയുന്നത്. വഹയി എന്ന് എങ്ങനെയാണ് കിട്ടുക? ഖുർആൻ പറഞ്ഞതാണ് വഹയി കിട്ടൽ എങ്ങനെയാണെന്ന്. കാരണം നബി ആവണമെങ്കിലോ റസൂലാവണം എന്ത് വേണം? വമാ കാന ലിബശരിൻ അൻ യുകല്ലിമുഹു അല്ലാഹു ഇല്ലാ വഹയ്യ. ഒരു മനുഷ്യനും അവനോട് സംസാരിക്കുകയില്ല വഹയായിട്ടല്ലാതെ. അവിടെ വഹയി എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്നാണ്. മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും, അപ്പോൾ വഹയായിരിക്കും. അത് അദ്ദേഹത്തിന് മാത്രം അറിയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ ഇട്ടുകൊടുക്കാൻ മതി. അതല്ലെങ്കിൽ ഒരശരീരിയായ പ്രതി കേൾക്കും, ആളെ കാണാതെ. യുർസില റസൂലൻ, അല്ലെങ്കിൽ ദൂതനെ പറഞ്ഞയക്കും. 3 വിധത്തിലാണ് ദൂതനെ പറഞ്ഞയക്കും. ഈ 3 വിധത്തിൽ നോക്കായിരുന്നു. ഈ 3 വിധത്തിൽ കിട്ടിയാൽ അത് അള്ളാഹുവിൻ്റെ വക്കലാണ് എന്നതിന് എന്ത് വേണം? അടയാളമാണ്. ഈ അടയാളം മുഅ്ജിസത്ത് നമ്മൾ അതിന് സാങ്കേതികമായി പറയുക. ഖുർആന്റെ ഭാഷയിൽ അടയാളം എന്നാ പറയാം. എന്തിനുള്ള അടയാളം? അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് വഹയി കിട്ടിയെന്നുള്ള അടയാളം. അപ്പോൾ വഹയി കിട്ടിയെന്നുള്ള അടയാളം അയാൾ യഥേഷ്ടം ചെയ്യുന്ന കാര്യമാണെങ്കിൽ എന്താ അതിന് ഒരു വിലയുള്ളത്? ഇപ്പോൾ ഉദാഹരണമായി സക്കരിയ നബി അലൈഹി ഇസ്ലാം സന്താനങ്ങളില്ലാതെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ, അദ്ദേഹം നബിയാണ് റസൂൽ അല്ലല്ലോ, മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു, നിങ്ങൾക്ക് സന്താനം ജനിക്കാൻ പോകുന്നുണ്ട്, ഒരു കുട്ടി ജനിച്ചാൽ അതിന് യഹ്യ എന്ന പേരിടണമെന്ന്. പക്ഷേ ഇതിങ്ങനെ ആവർത്തിച്ച് കിട്ടിയപ്പോൾ ഇത് എവിടുന്ന് അള്ളാഹുവിൻ്റെ വഹയാണ്, അത് വേറെ എവിടെ നിന്നെന്ന് അറിയണ്ടേ? സക്കരിയ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബി ജഅൽലി ആയത്തൻ, ഇതൊക്കെ ആയത്ത് കൊണ്ടാ, ഇത് അള്ളാഹു പറയുന്നതിൻ്റെ അടയാളം വേണം. അടയാളം സക്കരിയ നബി ഇഷ്ടാനുസരണം ചെയ്ത കാര്യമാണെങ്കിൽ എന്നിങ്ങനെ അടയാളാവുക? സക്കരിയ നബി ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യാത്ത കാര്യമാണ് അടയാളമായി കൊടുക്കേണ്ടത്. അതിന് അടയാളം കൊടുത്തേണ്ട. അല്ല തുകല്ലിമന്നാസ സലാസ ലയാലിൻ സവിയ്യ, 3 ദിവസം നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കൂല. സക്കരിയ നബി വാചാലമായി സംസാരിക്കുന്ന ആളാണ്. പക്ഷെ 3 ദിവസം സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് 3 ദിവസം വെച്ചു. അത് ആരോട്? ജനങ്ങളോട്. അള്ളാഹിനോട് സംസാരിക്കാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, വാക്കുകളും സംസാരം വരും. ജനങ്ങളോട് സംസാരിക്കാൻ 3 ദിവസം എനിക്ക് കഴിയില്ല. സക്കരിയ നബിക്ക് കഴിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി. ഒരടയാളമാണ് സക്കരിയ നബിക്ക് കിട്ടിയത്. അള്ളാഹുവിൻ്റെ വഹയാണ് എന്നതിൻ്റെ അടയാളം. അത് സക്കരിയ നബി വിചാരിച്ച കാര്യമല്ലല്ലോ. അതിനാലെങ്കിൽ അടയാളമാവുമോ? അങ്ങനെ ആ കുട്ടി ഉണ്ടാവുകയും ചെയ്തു. യഹ്യ നബി, അത് സംഭവം ചരിത്രം അങ്ങനെ പോകുന്നു. ഇതാണ് ഒരു വഹയി എന്ന് പറഞ്ഞത്. ഈ വഹയി എന്ന് പറഞ്ഞാൽ അറബിയിൽ ആർക്കും അറിയാതെ സ്വകാര്യമായി ഏതെങ്കിലും നിലക്ക് സന്ദേശം നൽകുന്ന വഹയി എന്ന് പറയാം. ആ വഹയി എന്നതിൻ്റെ അർത്ഥം ഏതാണ്? ആർക്കും അറിയാം, മറ്റുള്ളവർക്ക് ആർക്കും അറിയാതെ. ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ആളോട് സ്വകാര്യമായൊരു കാര്യം ഞാൻ ഏതെങ്കിലും ആംഗ്യത്തിലും കൂടെയൊക്കെ സംസാരിച്ചാൽ അതിന് അറബിയിൽ വഹയി എന്ന് പറയാം. സാധാരണ ഉദാഹരണങ്ങളായി കവികൾ പറയാറുണ്ട്. കവികൾ അങ്ങനെയാണല്ലേ? ആ കാമുവിനെ കണ്ടപ്പോൾ, സൗന്ദര്യം കണ്ടപ്പോൾ, ഞാൻ അവൾക്കൊരു വഹയി കൊടുത്തു എൻ്റെ കണ്ണുകൊണ്ട്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഞാൻ ആളെ ഇഷ്ടപ്പെടുന്ന വഹയി കണ്ണുകൊണ്ടാണ് കൊടുത്തത്. വഹയി കണ്ടപ്പോൾ അവളുടെ കവിൾത്തളത്തിൽ പ്രതികരണം ഉണ്ടായി. അതാണ് വഹയി. വേറെ ആർക്കും അത് മനസ്സിലായില്ല എന്താ വഹയി എന്ന്. അതാണ് വഹയി എന്ന് പറയാം. ഇപ്പം അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് കിട്ടിയാൽ വേറെ ആർക്കും അറിയില്ല എന്താണെന്ന്, അയാൾക്ക് മാത്രം. അതിന് അയാൾക്ക് അടയാളം വേണം. ആ അടയാളം അയാൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തതായിരിക്കണം, അപ്പോഴേ വഹയാവുള്ളൂ. ഇനി അതേ പ്രകാരം അല്ലെങ്കിലോ പിന്നെ ഒരു മറയുടെ അപ്പുറത്തിൽ നിന്നാണ്. മറയുടെ അപ്പുറത്തിൽ നിന്ന് വഹയി കിട്ടുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം കുടുംബത്തോടുകൂടി പോകുമ്പോൾ സീനാ പർവ്വതത്തിൽ വെളിച്ചം കാണുന്നു. ഇവിടെ നിൽക്കൂ, ഞാൻ അവിടുന്ന് എന്തെങ്കിലും ചൂടാക്കാൻ
തെയ്യോ കൊണ്ടട്ടെ, വെളിച്ചം കാണാണ്ടല്ലോ, അല്ലെങ്കിൽ വഴി എങ്ങനെ ചോദിക്കട്ടെ. ചെന്നപ്പോൾ അവിടുന്ന് ശരീരം കേൾക്കുന്നത് ഇഖ്ലാനായിലേക്ക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് മൂസ പാദരക്ഷങ്ങൾ അഴിച്ചു വെച്ച് കണക്ക്. ഇത് പരിശുദ്ധമായ താഴ്വരയാണ്. പക്ഷെ മൂസാ നബി ധീരനാണ്. ആരാ പെയ്യിട്ടത്? ഈ ആരുമില്ലാത്ത ഈ പ്രദേശത്ത് എന്നെ ഭയപ്പെടുത്താൻ ചെയ്യുന്നത്. പക്ഷെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ വീണ്ടും അശരീരി ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ, ഞാൻ അള്ളാഹ് പറയുന്നത് കേട്ടോ, ഞാനല്ലാതെ ഒരു ആരാധനയിൽ ഇലാഹില്ല. അള്ളേ എന്താ അള്ളാഹ് പറയുന്നത്? പക്ഷെ അത് വിശ്വസിക്കുക മൂസാ നബി അങ്ങനെ പേടിച്ചോടുന്ന ആളല്ല, ധൈര്യത്തോടുകൂടി അള്ളേ എന്നെ കളിയാക്കാൻ വന്നൊക്കെ എന്നുള്ള നിലക്കാണ്. അപ്പോൾ മൂസാ നബി ഒന്നുകൂടി ചോദിച്ചു, മൂസ എന്താ കയ്യിലിരുന്ന്? അത് എൻ്റെ വടിയാണ്, ഞാൻ ഇതുപോലെ ആടുകളെ മാക്കിയിരുന്നു, അതിൻ്റെ വടിയാണ്, എന്നാൽ അതൊന്ന് ഇടുകയെന്ന് പറഞ്ഞു. ഇട്ടക്കുമ്പോൾ അത് പാമ്പാണ്. മൂസാ നബി പേടിച്ചു ഓടി. ഇതുവരെ എല്ലാ ധൈര്യം പോയി. വല്ല യാക്കൂബിനെ തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് മൂസാ നബി. സ്വന്തം ഇഷ്ടം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്തിട്ട് പേടിച്ച് ഓടണോ വീടുകളെ? മൂസാ നബി ഇഷ്ടപ്രകാരം ചെയ്ത ഒരു കാര്യമാണ് ഇതെങ്കിൽ എന്തിനാണ് മൂസാ നബി പേടിച്ചോടണമെന്ന്? മൂസാ നബി കണ്ടിടാൻ പറയൂ ഇത് പാമ്പാവുന്ന്? മൂസാ നബിക്ക് അറിയോ നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് മൂസാ നബി സ്വന്തം കൈകൊണ്ട് തൻ്റെ കാണിച്ചു കൊടുക്കുന്ന ആ സൂത്രം അത് കാണിച്ചിട്ട് അത് കേട്ട് പേടിച്ചോട്. ആരെ വഞ്ചിക്കാനാണ് മൂസാ നബി ഓടുന്നത്? പേടിച്ചോടുമ്പോൾ പറഞ്ഞു, പേടിച്ചോടണ്ട, ദേവദൂതന്മാർ ഭയപ്പെടേണ്ടതില്ല, സേറത്താൽ ഞാൻ പഴയ സ്വഭാവമായി തരാം, അതിൽ എടുത്തോ എടുത്തു നോക്കുമ്പോൾ വടി എന്നെ. മൂസാ നബിയോട് പറഞ്ഞു, ഇനി ഒരു തണുക്കല്ലേ ഒന്ന് കൂട്ടി പിടിച്ചോക്കുമെന്ന് പറഞ്ഞു. കൈ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ മൂസാ നബി അന്തം വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് രണ്ടടയാളങ്ങളാണ്, ഇതുകൊണ്ട് പോയി പ്രബോധനത്തിൽ നോക്കൂ നിങ്ങൾ, ഇത് രണ്ട് മൂസാ നബി വിചാരിച്ചാൽ ചെയ്യുന്നതാണ്. എന്നിട്ട് ഈ അടയാളം കാണിച്ചു കൊടുക്കാൻ ഫിറൗൻ്റെ അടുത്തേക്ക് പോകാനാണ് ചെല്ലുന്നത്. ആ ഫിറൗൻ്റെ അടുത്തേക്ക് അത് ചെന്നിട്ട് ഫിറൗനോട് ഇത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണിച്ചു കൊടുത്താൽ ആ ഫിറൗൻ ഇത് കണ്ടാൽ മേജിക്കുകാരെ കൊണ്ടുവന്നിരിക്കും, ജാലവിദ്യക്കാരും ഇത് കാണിച്ചു കൊടുക്കുന്നു പാമ്പായിട്ട്, വടിയും കയറൊക്കെ ഇട്ടിട്ട്. മൂസാ നബിക്ക് തോന്നി ഇതും വടിയും പയറും എന്നാണല്ലോ, ഞാനെന്താ ചെയ്യാൻ? മൂസാ നബി പേടി ഉള്ളിൽ ഒളിച്ചു വെച്ചു, ഞാനെന്താ കാട്ടാൻ? പടച്ചവൻ പറഞ്ഞു, നിങ്ങളെ വടി ഇട്ടുകൂടിയും ഇതൊക്കെ ആ പാമ്പൊക്കെ ഒഴുകിക്കോളും. കാരണം മൂസാ നബി വിചാരിച്ചാൽ ചെയ്യണതല്ല, പോയി വടിയിട്ടും. മറ്റേ സെഹറുകാർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ചപ്പടാച്ച വിദ്യകളല്ല, സെഹർ എന്ന് പറഞ്ഞാൽ ഈ ജാതി മായാജാലമാണ്. അതുകൊണ്ട് അതാണ് മൊയ്സത്ത്, വിചാരിച്ചാൽ ചെയ്യുന്ന കാര്യമല്ല. ഇനി വേറെ ഒന്നും കൂടി പറയട്ടെ, യൂറുസിലെ റസൂലാൻ ദൂതനെ പറഞ്ഞയക്കാനാണ്. മുഹമ്മദ് നബിയിലേക്ക് പറഞ്ഞയച്ചു. അതേ പ്രകാരം മറിയം ബീവിൻ്റെ അടുത്ത് അയച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു ദൂതനെ മലക്കിനെ മനുഷ്യവേഷത്തിൽ അയക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് മലക്ക് വന്നപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അത് നബിൻ്റെ അടയാളമാണ്. ഈ വചനങ്ങൾ ഖുർആന്റെ വചനങ്ങൾ നബിൻ്റെ ആയത്തുകളാണ്. അതൊക്കെ നബി മനസ്സിലാക്കുക. നബിക്ക് എനിക്കത് അറിയില്ല എന്ന് പറയുന്നു. അല്ല, നിങ്ങൾ ഓതിക്കോളൂ എന്ന് പറയുമ്പോൾ ഓത്തിങ്ങനെ വരികയാണ്. ഖുർആനാണ് നബിൻ്റെ അടയാളം. ഇത് നബിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ? ഇതാണ് ഇവരെ പഠിക്കണം. ഇത് നബിൻ്റെ ഇഷ്ടപ്രകാരമാണോ? ഇത് നബിക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ? ഖുർആനിൽ എൻ്റെ ഭാഗമല്ല, അള്ളാഹിൻ്റെ വാക്കെന്ന് എനിക്ക് തോന്നിച്ചാണ്, അതല്ലാതെ വേറൊന്നുമല്ല. നോക്കൂ നിങ്ങൾ, ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും ഈ വലിയ പണ്ഡിതന്മാർ എഴുതി വെക്കാണ് ഇതൊക്കെ അവർ ഇഷ്ടപ്രകാരം ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഒന്നും കൂടി പറയട്ടെ, കറാമത്ത് എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ. ഔലിയാക്കൾ ആരാണ്? ഔലിയാക്കൾ സാങ്കേതികമായി ഇവിടെ മൊയ്സത്തും കറാമത്തൊക്കെ അത് ഞാൻ കിതാബിന് ഞാൻ പറയുന്നില്ല. ഒലി എന്ന് പറഞ്ഞാൽ അടുത്തവൻ എന്നാണ്, അള്ളാഹുവിനുള്ള അടുത്തവൻ. പല അടുപ്പങ്ങളും ഒലിയെന്ന് പറഞ്ഞാൽ അടുത്ത ഏതിനോടും പറയാം. നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത രക്ഷാധികാരി ഒലിയാണ്. മുഅ്മിനീങ്ങൾ തമ്മിൽ വലിയകളാണ്, ഔലിയാക്കളാണ്. അത് മുഅ്മിനൂനൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. നമ്മൾ പറയുന്ന അതൊന്നുമല്ല, അള്ളാഹിൻ്റെ വലിയകളാണ്. അള്ളാഹിൻ്റെ വലിയകൾ ആരാണ്? അള്ളാഹ് പറഞ്ഞു തരുന്നു. സാങ്കേതികമായി വേറെ വലിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഔലിയാ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹിൻ്റെ ഔലിയാക്കൾ പേടിക്കണ്ട, ദുഃഖിക്കണ്ട. കാരണം മരിച്ചു പോകുമ്പോൾ ദുഃഖിക്കണ്ട, ഇവിടുന്ന് പോകുന്ന വിട്ടു പോകുന്നവർക്ക് പേടി വേണ്ട, അങ്ങനത്തെ ഭയം വേണ്ട. ആരാണ്? അല്ലദീന ആമനു വ കാനു യത്തഖൂൻ. അള്ളാഹുവിലും അന്ത്യനാളിൽ വിശ്വാസമുള്ളവരും അതിൻ്റെ സൂക്ഷ്മതയോട് ജീവിക്കുന്നവരും അവരാണവർ. അപ്പോൾ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അള്ളാഹുവിനോട് അടുക്കുന്നവർ. നിസ്കാരമാണ് ഒന്നാമത് അള്ളാഹുവിൽ അടുക്കേണ്ടത്. പിന്നീട് ഫർളായ കാര്യങ്ങളാണ്, അത് കഴിഞ്ഞാൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊക്കെ നബിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവരാണ് ഔലിയാക്കൾ. ഇവിടെ ഔലിയാക്കൾ തന്നെ ഒരു സ്പെഷ്യൽ കൂട്ടരാണെന്നാണ് പറയണത്. അങ്ങനെയല്ല, ഒലി എന്ന വാക്കിൻ്റെ എതിരുണ്ട്. എന്താണെന്നറിയാമോ? അദൂവ് എന്നാണ്. ഔലിയാക്കളുടെ എതിരെ അഅദാക്കൾ എന്നാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ ഒലി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദൂവാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അഅദാക്കളാണ്. അതായത് മിത്രമല്ലെങ്കിൽ ശത്രുക്കളാണെന്ന് അർത്ഥം. അപ്പോൾ മുഅ്മിനീങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അതാണ് അല്ലദീന ആമനു, അവർക്ക് അള്ളാഹുവിൽ അടുക്കുന്നവരാണ്. അതല്ലെങ്കിലോ അള്ളാഹുവിൻ്റെ അഅദാക്കളാണ്. നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ ആരാണ് അള്ളാഹിൻ്റെ അഅദാക്കൾ?
എങ്കിലൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കൾ തന്നെയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അതിൽ ഔലിയാക്കൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ വിലായത്ത് നമുക്കുണ്ടാവില്ല, അത്ര അടുപ്പം നമുക്കുണ്ടാവില്ല. സഹാബത്തിൻ്റെ അവിടെ നമ്മൾക്ക് എത്തൂല. അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷെ എല്ലാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അതല്ലെങ്കിൽ പിന്നെ അകതാക്കളാണ്. ഔലിയാക്കൾ അല്ലെങ്കിൽ നേരെ വിരുദ്ധതല്ലേ. ഒലിയുന്ന നേരെ അതുവാണ്. ഒലിയ അല്ലെങ്കിൽ അതുവാണ്. അള്ളാഹിൻ്റെ അകതാക്കളാണെന്നാരും സമ്മതിക്കൂലല്ലോ. പക്ഷേ ഈ പറയുന്ന ഈ സമസ്തകൾ പറയില്ലേ, അവരൊക്കെ അള്ളാഹിൻ്റെ അകതാക്കളാണ്, ഔലിയാക്കളല്ല. അവരുടെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ശൈത്താന്മാരാണ്. ആ ശൈത്താന്മാർ ഓരോരുത്തരും കൂടി ആ ശൈത്താന്മാരെ ഔലിയാക്കളായി സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ഔലിയാക്കളുടെ കാര്യം അതാണ്. ഞാൻ ഇനി അവസാനിപ്പിക്കട്ടെ. ഇനി പറയുന്നത് ഈ ശൈത്താന്മാരുടെ കൂടെ ഫാസിഖുകൾ, തമ്മാടികൾ, ദജ്ജാലിനെ പോലത്തവർ, അവർ ചില ചെപ്പിടിവിദ്യയൊക്കെ അമാനുഷമായി കാണിക്കും. പക്ഷേ അതിന് പറയാണ്, ദജ്ജാല് മരിച്ചവരെ ജീവിപ്പിച്ച് കാണിക്കും. വഹാബികൾ അപ്പോൾ ദജ്ജാലിനെ ആരാധിക്കും. കാരണം അള്ളാഹ്ക്ക് മാത്രമല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് ദജ്ജാലാവിലാണ്. അതല്ല, അത് കള്ളത്തരമാണെന്ന് നമുക്കറിയാം. അള്ളാഹുവിനെ സാധിക്കൂ. മുഅ്മിനീങ്ങൾ ഇത് കള്ളനാണെന്ന് പറയുമ്പോൾ ഇവർ ചെല്ലും, ദജ്ജാൽ ഇപ്പോൾ ഔലി തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഈ ദജ്ജാലിൻ്റെ കൂടെ പോകുവര് ഔലിയാക്കളാന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സമയം ദീർഘിച്ചു പോയിട്ടുണ്ട്. വിഷയം വലിയതാണ്. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം, പഠിക്കണം. ഇതല്ലാതെ ഈ ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ള, അതിലേക്ക് പോകുന്ന, അത് ഇടയാളന്മാരാക്കി സ്വീകരിക്കുന്ന ആ ശിർക്ക് കൊണ്ട് മുസ്ലിങ്ങളെ അധപ്പതിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് അർഹമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല. ഒരുപക്ഷെ മുസ്ലിങ്ങളാണ്, പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നഷ്ടപ്പെടുന്നു എല്ലാ ഭാഗത്തും. എന്തേ കാരണം? ശരിയായ മുസ്ലിങ്ങളാകുന്നില്ല, തൗഹീദിലേക്ക് മടങ്ങുന്നില്ല. അങ്ങനെ മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ലോകത്ത് ഇന്ന് നമ്മുടെ ആദ്യത്തെ ഫലസ്തീന് വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വരും. പക്ഷെ എപ്പോഴെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം, ഇറാഖാണ് എല്ലാവരും മരിച്ച് മുന്നിലേക്ക്, ഇറാനാണ് എല്ലാവരും മുന്നിലേക്ക് ഇടുന്നത്. പക്ഷേ ഇറാൻ അവമാനിക്കപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ശക്തി ഉണ്ടെങ്കിൽ ചെയ്യാൻ, ശക്തിയും നേരിടാൻ. പക്ഷെ അതുകൊണ്ട് മാത്രം ഇസ്സത്ത് കിട്ടില്ല. ബദറിൽ കിട്ടിയ ഇസ്സത്ത് ശക്തി കൊണ്ടായിരുന്നില്ല. വഹദിൽ കിട്ടിയത്, അതുപോലെ തന്നെ അഹ്സാബിൽ കിട്ടിയത് ശക്തി കൊണ്ടായിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വക്കിൽ എന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൽ അതാറാവണം. അള്ളാഹുവിൻ്റെ കൂടെ ഹുമൈനിയെയും യാറങ്ങളെയും കെട്ടിപ്പിടിച്ച് അതിനെ ആരാധിക്കുന്ന രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിന് വലിയ ഇസ്സത്ത് കിട്ടില്ല. അതിൻ്റെ ബലമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബലം നയിക്കാം. അല്ലാതെ അള്ളാഹുവിൻ്റെ ശ്രദ്ധ കൊണ്ട് ഈ ഇസ്സത്ത് തിരിച്ചു കിട്ടില്ല. അതിനവരും തൗഹീദിലേക്ക് മടങ്ങുന്നതിൽ ആയിരിക്കണം. എന്നാലേ വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി, അള്ളാഹുവിനാണ് ഇസ്സത്ത്, റസൂലിനാണ് ഇസ്സത്ത്, മുഅ്മിനീങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ മുഅ്മിനീങ്ങളോട് ലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, ദുർബലാവണ്ട, അൻതുമുൽ നിങ്ങൾ ഉന്നതന്മാരാണ്, ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അങ്ങനെ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ നാം ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم صل على محمد وآله وصحبه وأتباعه. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والسلام على المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله.